കുട്ടിയും കിഴിച്ചും മുന്നണികൾ എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവസാന മണിക്കൂറുകളിലും കണക്കുകൂട്ടലുകളിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളുമൊക്കെ. ആ മാജിക് നമ്പർ എത്രയാകുമെന്നാണ് അറിയേണ്ടത്. UDFന്റെ ഇപ്പോഴത്തെ കണക്ക് 74 മുതൽ ഒരു 80 സീറ്റുകൾ വരെ ഭരണം പിടിക്കുമെന്നുള്ളതാണ്. ഒരു വലിയ വേവ് അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ അലയടിച്ചാൽ 90 സീറ്റ് വരെയൊക്കെ കിട്ടാം എന്നുള്ളതാണ്. ഭരണ തുടർച്ച ഇന്ന് ആവർത്തിക്കുന്നു LDF. CPIM 56 സീറ്റും CPI 14 സീറ്റും പ്രതീക്ഷിക്കുന്നു. മറ്റ് ഘടകകക്ഷികൾ കൂടിയാകുമ്പോൾ കേവല ഭൂരിപക്ഷമുണ്ടാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകൾ ഇത്തവണ കൈവിട്ടാൽ LDFന് തിരിച്ചടിയാകും. 7 സീറ്റുകളിലാണ് BJPയുടെ പ്രതീക്ഷ. നിയമം തിരിച്ചുപിടിക്കുമോ BJP? അത് വലിയൊരു ആകാംക്ഷയാണ്. രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നൊരു ചോദ്യമാണത്. ഒപ്പം കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം, ചാത്തന്നൂർ സീറ്റുകളിലും BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആർ റോഷിപാലും AK അഭിലാഷും TV പ്രസാദുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആർ റോഷിപാലിലേക്ക് നമുക്ക് പോകാം. റോഷി, ഗുഡ് മോർണിംഗ്. അപ്പോൾ 100 സീറ്റ്, 100-ലധികം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഒരു വനവാസം എന്നുള്ളതൊക്കെ ആദ്യം കേട്ടു, പിന്നീട് ഒരു മികച്ച വിജയം എന്നുള്ളതായി. ഇപ്പോൾ 80-85 സീറ്റൊക്കെയാണ് പരമാവധി പ്രതീക്ഷിക്കുന്നത്. അത്രയൊക്കെ മതിയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ പക്ഷേ ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം UDFന് വലിയ മേൽക്കൈ നൽകുന്നതായിരുന്നു. ഉറപ്പായും 10 വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടാകും. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മുഖ്യമന്ത്രി ചർച്ച ഉൾപ്പെടെ UDF തുടങ്ങിയതും. എങ്കിലും നാളെ ഇനിയിപ്പോൾ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയൊക്കെ അവകാശവാദങ്ങൾ, എന്തൊക്കെ വിലയിരുത്തലുകൾ നടത്തിയാലും വോട്ട് പെട്ടിയിലാണ്. നാളെ ഈ സമയത്തോടു കൂടിയൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചു തുടങ്ങും. 8:15 കൃത്യമായ ഒരു ഫസ്റ്റ് ട്രെൻഡ് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. എങ്കിലും ഈ തലേ ദിവസം, വോട്ടെണ്ണലിന്റെ തലേ ദിവസം എന്താണ് ഈ UDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ, റോഷി? ഷിഹാസ്രുതി, നെഞ്ചിടിപ്പോടെയാണ് UDF കേന്ദ്രങ്ങളുടെയും കാത്തിരിപ്പ്. കാരണം ഏറ്റവും നിർണായകമായ വോട്ടെണ്ണൽ നാളെ നടക്കുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു മാറ്റമുണ്ടായി എന്നതാണ്. തുടർഭരണമുണ്ടായി. അത് UDFന് വലിയ തിരിച്ചടിയുമായിരുന്നു. ഈ തവണ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ UDF പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തൽ UDF കേന്ദ്രങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോൾ കൂടി പുറത്തു വന്നതോടെ UDF പൂർണ്ണമായും വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് കേരളം ആര് ഭരിക്കുമെന്നറിയാം. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. അതാണ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങി. അത് പിന്നീട് മന്ത്രിസഭാ ചർച്ചകളടക്കം നടത്തി. പേഴ്സണൽ സ്റ്റാഫ് ആരെ നിയമിക്കണം എന്ന ആലോചനയിലേക്ക് ഉൾപ്പെടെ കടന്നുകൊണ്ടാണ് UDF നേതൃത്വം അതിൻ്റെ തയ്യാറെടുപ്പുകൾ അത് പൂർത്തിയാക്കുന്നത്. നേതാക്കളൊന്നാകെ തിരുവനന്തപുരത്ത് നാളെ കേന്ദ്രീകരിക്കുകയാണ് വോട്ടെണ്ണൽ അതിൻ്റെ ഫലമറിയാൻ വേണ്ടി. കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും നാളെ തിരുവനന്തപുരത്താണുള്ളത്. KC വേണുഗോപാൽ മുതൽ അത് VD സതീശൻ വരെ, രമേശ് ചെന്നിത്തല അടക്കമുള്ള സണ്ണി ജോസഫ്, K സുധാകരൻ, എല്ലാ നേതാക്കളും തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ കേന്ദ്രീകരിക്കും. തെരഞ്ഞെടുപ്പ് ഫലമറിയാം. അങ്ങനെ വിജയം ഉറപ്പാണ് എന്നവർ പറയുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ 74 മുതൽ 80 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അത് ഓരോ ബൂത്ത് കമ്മിറ്റികളും അത് ജില്ലാ കമ്മിറ്റികൾക്ക് നൽകി പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ 80 വരെ സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് വിലയിരുത്തുന്നത്. അതേസമയം വലിയ രീതിയിൽ UDFന് അനുകൂലമായ തരംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 90 സീറ്റ് വരെ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസവും UDF നേതൃത്വത്തിലുണ്ട്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് UDF നാളത്തെ വോട്ടെണ്ണലിനായി കാത്തിരിക്കുന്നത്. ഷിയാസ്, ഓക്കെ, ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് LDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ് നോക്കാം. AK അഭിലാഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അഭിലാഷ്. ഭരണ തുടർച്ച എന്നതിൽ വിശ്വാസം, ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്യുന്നത്. 56 CPIM 14 CPI അടക്കം ഉള്ള കണക്കുകൂട്ടലുകളാണ്. അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ LDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ വോട്ടെണ്ണൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം, ഈ തലേ ദിവസത്തിന്റെ പ്രതീക്ഷകൾ? ശ്രുതി, ഷിയാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 72 മുതൽ 76 സീറ്റുകൾ വരെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതായത് ഭരണവിരുദ്ധ തരംഗം വലിയ തരത്തിലില്ല എന്ന് ആണ് അവരുടെ വിലയിരുത്തൽ. പ്രധാനമായും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അവിടെ കടുത്തൊരു മത്സരം നടന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെ പുറത്തു വരുന്നു. അതായത് ഒരു ആത്മവിശ്വാസത്തിലേക്ക് LDF കേന്ദ്രങ്ങൾ പോകുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഒരു തിരിച്ചടി LDF കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട്. കാരണം കഴിഞ്ഞ അത് ഒരു പരാജയത്തിലേക്ക് എത്തുന്ന ഒരു തിരിച്ചടി ആവില്ല എന്ന് തന്നെയാണ്
എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് 72, 76 എന്ന് പറയുന്ന ഒരു സീറ്റിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുകയും ചെയ്തത്. ഏതായാലും തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ജില്ലകൾ, ഈ മലബാർ മേഖലയിലെ ജില്ലകളാണ്. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ ഏകീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF-ന് അനുകൂലമാകും. ഈ 3 ജില്ലകളിൽ മാത്രം 36 സീറ്റുകളാണ്. ഈ 36-ൽ 30 സീറ്റും LDF-ന്റെ കൈവശമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ പകുതിയെങ്കിലും പിടിച്ചെടുക്കാൻ UDF-ന് കഴിഞ്ഞാൽ അവർക്ക് ഭരണത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ച് LDF-ന് ഭരണത്തിൽ നിലനിൽക്കാം എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ 11 സീറ്റുകളിൽ LDF വിജയിച്ച മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ അവരുടെ കണക്കുകൾ അവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് 5 സീറ്റുകളിൽ മാത്രമാണ്. ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, അതോടൊപ്പം തന്നെ ബാലുശ്ശേരി, എലത്തൂർ, പേരാമ്പ്ര ഈ മണ്ഡലങ്ങളിലാണ് അവർ വിജയപ്രതീക്ഷ പുലർത്തുന്നത്. പക്ഷേ അവിടെ പോലും കടുത്ത മത്സരം നേരിട്ടു എന്നുള്ള വിലയിരുത്തൽ അവർക്കുണ്ട്. അതായത് TP രാമകൃഷ്ണൻ മത്സരിച്ച പേരാമ്പ്രയിലും, അതോടൊപ്പം തന്നെ റിയാസ് മത്സരിച്ച ബേപ്പൂരിലടക്കം കടുത്ത മത്സരമാണ് അവർ നേരിട്ടത്. അതോടൊപ്പം തന്നെ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മികവോടുകൂടി മാത്രമേ ജയിച്ചു കയറാൻ കഴിയൂ എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. അതായത് കോഴിക്കോടായിരിക്കും തിരിച്ചടി ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായി ലഭിക്കാനുള്ള ഒരു സാധ്യത. അത് LDF-ന്റെ വിജയപ്രതീക്ഷയെ തല്ലിക്കെടുത്തുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ പോലും സ്ഥാനാർത്ഥികളുടെ മികവിൽ അവിടേക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പറയുന്നത് പോലെ സംഭവിച്ചിട്ടില്ല. അതായത് കാന്തപുരി വിഭാഗത്തിൻ്റെയും SDPയുടെയും ഒക്കെ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് LDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ. ഏതായാലും ഒരു ദിവസം മാത്രമാണ്, 24 മണിക്കൂർ മാത്രമാണ് ഇനി മുന്നിലുള്ളത്. ഈ അവസാന വട്ട കണക്കെടുപ്പ് നടത്തുന്നതിന് വലിയ പ്രസക്തിയില്ല എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും അവർ പിണറായി 3.0 എന്ന് പറയുന്ന രീതിയിൽ തുടർ ഭരണത്തിൻ്റെ സാധ്യതകൾ തന്നെയാണ് വിലയിരുത്തുന്നത്. യെസ്, അപ്പോൾ അങ്ങനെയാണ് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് UDF-ഉം ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ളത് LDF-ഉം പ്രതീക്ഷയായി വെക്കുമ്പോൾ എന്താണ് NDA ക്യാമ്പിൻ്റെ BJPയുടെ പ്രതീക്ഷ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. TV പ്രസാദ് പറഞ്ഞു തരും. പ്രസാദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പൂട്ടിപ്പോയൊരു നേമം സീറ്റ് വീണ്ടും തുറന്നാൽ മാത്രം പോരാ, കുറച്ചധികം സീറ്റുകൾ തന്നെ പിടിക്കണം. ഇപ്പോൾ 7 മുതൽ 14 സീറ്റുകൾ വരെയൊക്കെ പ്രവചിക്കുന്ന ചില എക്സിറ്റ് പോളുകളൊക്കെ വലിയൊരു ആവേശം NDA ക്യാമ്പിന് നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വരെയൊക്കെ വോട്ടിംഗ് ശതമാനം ഉയർന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ 14-ലേക്ക് താഴ്ന്നു. ഇപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് പലതവണ വന്ന് കേരളം പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രചാരണമുണ്ട്. അപ്പോൾ വോട്ടിംഗ് ശതമാനം ഉയർത്തണം, സീറ്റുകൾ ഉയർത്തണം. എങ്ങനെയാണ് ഇപ്പോൾ ഈ അവസാന നിമിഷം NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ? എന്ത് പറയുന്നു? ഷിഹാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. NDA ക്യാമ്പ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ നിലവിൽ BJPക്ക് 0 സംസ്ഥാനത്ത്, അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് വരെ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്നത്. അക്കൗണ്ട് തുറക്കുകയല്ല, കുറച്ചധികം സീറ്റുകൾ ഇത്തവണ ഉണ്ടാകും എന്ന ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം 1-ാം നമ്പറായി അവർ കാണുന്നത് നേമമാണ്. നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ജയിച്ച് കയറും എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധ്യതയുള്ള മണ്ഡലമായി അവർ പറയുന്നത് തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ കരമന ജയൻ ജയിച്ച് കയറാൻ കഴിയുന്ന വോട്ടുകളുണ്ട് എന്ന ആത്മവിശ്വാസം BJP ക്യാമ്പിനുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മറ്റൊരു മണ്ഡലം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് വിജയിച്ച് കയറും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അട്ടിമറി നടക്കാൻ സാധ്യതയുള്ളതായി BJP പറയുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. ചാത്തന്നൂർ ഇത്തവണ എന്തു തന്നെയായാലും ജയിച്ചു കയറും എന്നാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം. പിന്നെ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങി ഒരുപാട് മണ്ഡലങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിലും ഇതിലൊരു 7 മണ്ഡലങ്ങൾ കിട്ടും എന്ന ആത്മവിശ്വാസം BJP ക്യാമ്പിനുണ്ട് എന്നുള്ളതാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി SIR ഉള്ളതുകൊണ്ട് തന്നെ SIR-ൽ വരാനിടയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ഓരോ മണ്ഡലത്തിലും നടത്തി എന്നതാണ് BJP നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJP നടത്തിയ ഒരു ശ്രമമുണ്ടായിരുന്നു. ആ ശ്രമം എന്നുള്ളത് പരമാവധി വോട്ടർമാരെ ചേർക്കുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ സംഘടനാ പ്രവർത്തനം, അതാണ് വിജയത്തിലേക്ക് നയിച്ചത്. RSSന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അത് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ഇത്തവണ ഗംഭീരമായി നടത്തിയെന്ന അഭിപ്രായമാണ് BJP NDA നേതൃത്വത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു 7 സീറ്റ് വരെ പോകാം എന്ന അഭിപ്രായമാണുള്ളത്. എന്തായാലും ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എത്ര സീറ്റ് എന്നതിലാണ് പ്രധാനപ്പെട്ട ചോദ്യവും ആശങ്കയും പ്രതീക്ഷയും എല്ലാം അവർക്ക് നിലനിൽക്കുന്നത്. ഷിഹാസ്, ശ്രുതി. ശരി, റോഷിബാലും AK അഭിലാഷും TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. ഒരു 80 സീറ്റ് വരെയൊക്കെ നേടി അധികാരത്തിൽ ഏറാൻ സാധിക്കുമെന്നുള്ളത് UDF വിചാരിക്കുമ്പോൾ ഒരു 72 മുതൽ 80 സീറ്റ് വരെയൊക്കെ നേടി ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDF കരുതുന്നു.
ഏഴ് സീറ്റ് വരെയൊക്കെയാണ് BJPയുടെ പ്രതീക്ഷ. അക്കൗണ്ട് തുറക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും നാളെ ആ ജനവിധി പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.